ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ അനൂസ് ഹാപ്പി കോർണർ. അപ്പോൾ എൻ്റെ ചാനലിൽ കുറച്ച് നാൾ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഞങ്ങൾ കണ്ണൂർ പാലക്കയം തട്ടിൽ പോയതൊക്കെ. അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ അതേ ട്രിപ്പിൽ തന്നെ ഒരു ചൂട്ടാട് ബീച്ചിലൊക്കെ പോയിരുന്നു. കണ്ണൂർ പുതിയങ്ങാടിയൊക്കെ ഉള്ള ചൂട്ടാട് ബീച്ചിലൊക്കെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് കരുതി. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ചാനൽ അനൂസ് ഹാപ്പി കോർണർ. പാലക്കയം തട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഒരു ബേസ് സ്റ്റേഷനിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ സമ്മറിലായതുകൊണ്ട് അധികം വെള്ളമൊന്നും കണ്ടില്ല. പക്ഷെ കുറച്ചുകൂടെ മുകളിലോട്ട് പോയാൽ ഭയങ്കര വെള്ളച്ചാട്ടമൊക്കെ ഉള്ള കുറേ ട്രക്കിങ്ങൊക്കെയുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ നല്ല ബിരിയാണിയൊക്കെ ആ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ടിൽ നിന്നിട്ടാണ് കഴിച്ചത് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ബിരിയാണിയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ പൈതൽമല കയറാനായിട്ട് ഞങ്ങളുടെ ട്രിപ്പിലെ കുറച്ച് ആൾക്കാരൊക്കെ പോയി. അപ്പോൾ നമ്മൾ ടയേർഡായതുകൊണ്ട് നമ്മൾ കുറച്ച് പേര് അവിടെ അടുത്തുള്ള പൈതൽമലയിലേക്ക് പോകുന്ന ആ സ്ഥലത്തുള്ള പള്ളിയിലേക്കാണ് കയറിയത് കേട്ടോ. ഭയങ്കര ഫീലുള്ളൊരു പള്ളിയാണ്. അപ്പോൾ പൈതൽമലയിലേക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഈ പള്ളി കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉറങ്ങുന്ന വിശുദ്ധനെ കണ്ടത്. എന്ത് രസമാണെന്ന് നോക്കൂ, ഭയങ്കര ഭംഗിയുള്ള, നമ്മൾ കുരിശിലൊക്കെ തറച്ച് നിർത്തിയിട്ടുള്ള യേശുവിനല്ല കണ്ടിട്ടുള്ളത്, ഇത് ഉറങ്ങുന്ന യേശുവാണ് അവിടെ ഉള്ളത്. അപ്പം ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ഇവിടെയെല്ലാം വിസിറ്റ് ചെയ്യണേ. പൈതൽമലയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു ജംഗ്ഷനിലാണ് ഈ പള്ളി വരുന്നത്. ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ് ചൂട്ടാട് ബീച്ച് പാർക്ക്. പുതിയങ്ങാടിയുള്ള കണ്ണൂരിലെ ചൂട്ടാട് ബീച്ച് പാർക്കിലേക്കാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോയത്. സീരിയസ്ലി ഞാൻ ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു അല്ലെങ്കിൽ ഇത്രയും ഭംഗിയുള്ള ഇത്രയും വിശാലമായിട്ടുള്ളൊരു ബീച്ച് പാർക്ക് കണ്ടിട്ടില്ല. ഭയങ്കര രസമാണ് കേട്ടോ. പലപ്പോഴും നമ്മൾ കാസർഗോഡുള്ളവർക്ക് അല്ലെങ്കിൽ വേറെ സ്ഥലത്തുള്ളവർക്ക് ഈ ചൂട്ടാട് ബീച്ചൊക്കെ എനിക്ക് തോന്നുന്നു അത്രത്തോളം ഒരു പോപ്പുലാരിറ്റി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാവരും നമ്മുടെ മുഴുപ്പിലങ്ങാട് ബീച്ചിലൊക്കെയാണ് പ്രിഫർ ചെയ്യുക. പക്ഷേ ഇവിടെ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്ന, ഫാമിലിയായിട്ട് നമുക്ക് ഒത്തിരി നേരം കാമായിട്ട് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഭയങ്കര നല്ല ബീച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാം. കടൽ, കായലുകൾ, ധാരാളം കശുവണ്ടി മരങ്ങൾ എന്നിവയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമാണ് ചൂട്ടാട് ബീച്ച് പാർക്ക്. കണ്ണൂരിലെ 2 പ്രധാന പട്ടണങ്ങളായ പഴയങ്ങാടിക്കും പയ്യന്നൂരിനും സമീപം സ്ഥിതി ചെയ്യുന്ന ചൂട്ടാടിന് 286 അടി ഉയരത്തിൽ ഏഴിമല മലനിരകളാണ് പശ്ചാത്തലമായിട്ടുള്ളത്. പാർക്കിന് ചുറ്റുമുള്ള ഐസ്ക്രീം പാർലറുകളും ലഘുഭക്ഷണ ഷാക്കുകളും കൂടാതെ കുട്ടികൾക്കായി നിരവധി റൈഡുകൾ, ബീച്ചുകൾ ഒക്കെ പാർക്കിലുണ്ട്. ഒരു വശത്ത് കടലും മറുവശത്ത് കായലുമായി അതിരുകൾ പങ്കിടുന്ന ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചയ്ക്ക് വൈകുന്നേരങ്ങളിൽ ചൂട്ടാട് ശുപാർശ ചെയ്യുന്നു. ചൂട്ടാട് താരതമ്യേന പര്യവേഷണം ചെയ്യപ്പെടാത്ത ഒരു സ്ഥലമായി തുടരുന്നു. ബോട്ടിങ്, കയാക്കിംഗ് സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത നിങ്ങളുടെ ട്രിപ്പ് പ്ലാനിൽ ചൂട്ടാട് ബീച്ച് കൂടി ഉൾപ്പെടുത്തുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്